നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കൃഷ്ണമോള് അലീനയുടെ കട്ട് ചെയ്ത് ചുരിദാറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അലീന മുറിയിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും അലീനോടും ചേച്ചി ഇതെന്താ ചേച്ചി ഇങ്ങനെയെന്ന് ചോദിച്ചു. അത് മോളെ നീ ഇനിയിപ്പൊ അതൊന്നും നോക്കണ്ട, എന്തായാലും ഇതിങ്ങനെ കുരുകുര കട്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ, നമുക്കത് ഒട്ടിക്കാനോ തുന്നിപ്പിടിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇതാരായിരിക്കും ചെയ്യുന്നേ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വേണ്ട മോളെ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, പോട്ടെ എന്ന് പറയണ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അച്ഛൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. വേണ്ട മോളെ, അച്ഛൻ വരും പറയണ്ട, പിന്നീട് അത് വലിയ പ്രശ്നമായിട്ട് മാറും. എന്നും പറഞ്ഞുകൊണ്ട് ഇത് വെറുതെ വിടാനായിട്ടാണോ? ഒരിക്കലും ഇല്ല ചേച്ചി, എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, എങ്കിൽ നമുക്ക് സാവകാശം പറഞ്ഞാൽ മതി, വെറുതെ അച്ഛനെ നീ ആദ്യം ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ടേക്ക് വാ, സ്കൂൾ ബാഗ് പോലും ഊരിയിട്ടില്ല, നിന്റെ സ്പെഷ്യൽ കോഫിയാണ് ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണമോളെയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പത്തിനും അലീന അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. ആഹാ, ഇവിടുന്ന് പോയിട്ടുണ്ട്, പിന്നെ തിരികെ വരണമെന്നൊന്നും നിനക്കില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നില്ലേ, 2 ദിവസമല്ലേ നിന്നുള്ളൂ. പിന്നെ 2 ദിവസം എന്നെ മിസ് ചെയ്തായിരുന്നല്ലേ, പിന്നെ മിസ് ചെയ്യാനായിട്ട് അതിനിവിടെ ആരെങ്കിലും ഇരുന്നിട്ട് പോരെ, ഞാൻ ജ്വല്ലറി പോയി ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പോയിട്ട്? രേവതിക്കുട്ടിക്കൊക്കെ രേവതിക്കുട്ടി അച്ഛനെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഞങ്ങള് കുറെ സ്ഥലങ്ങളിൽ പോയായിരുന്നു, കാണാൻ ആഗ്രഹിച്ചവരെയൊക്കെ കണ്ടെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി റിലേറ്റീവ്സ് ഒക്കെ അവരെയൊക്കെ പോയി കണ്ടു വെച്ചാ അത് വലിയ കഥയാ, അത് പിന്നെ സമയം പോലെ പറയാം. പിന്നെ ചിന്നുമോളെ കാണാൻ ത്യാഗഭവനി പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാം. അതിനുശേഷം അലീന പറഞ്ഞു, ഞാൻ പോയി ഗേറ്റ് അടയ്ക്കട്ടെ അച്ഛാ, ഇനിയിപ്പൊ ആരും വരാനില്ലല്ലോ, ആര് വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അലീനയെ നോക്കി ചിരിച്ചിട്ട് ബാലേന്ദ്രന്റെ അകത്തേക്ക് പോയി. ആ സമയം പോയി അലീന ഗേറ്റ് ഒക്കെ അടച്ച് അകത്തേക്ക് കയറി വരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ബാലേന്ദ്രന്റെ അടുത്തേക്ക് അലീനയുടെ ബാഗൊക്കെ ആയിട്ട് കൃഷ്ണമോളി ഇല്ലുവാണ്. ഇതെന്താടി ഇത് ബാഗൊക്കെ ആയിട്ട്? ബാഗിനകത്തൊരു സൂത്രമുണ്ട്, അച്ഛനെ കാണിക്കാനാ. ഇതെന്താ, ഇതിനകത്ത് വല്ല കിളിക്കുഞ്ഞോ മറ്റുണ്ടോ? കിളിക്കുഞ്ഞൊന്നും അല്ല, അച്ഛൻ നോക്കാൻ പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒരു ചുരിദാറും എടുത്തു. ഇതെന്താടി ഇതൊക്കെ എടുക്കുന്നത്, അച്ഛനൊന്ന് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞപ്പോ അത് മൊത്തം കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതെന്ത് പറ്റി? ഇത് അലീന ചേച്ചിയുടെ ചുരിദാറാ. ഇത് മൊത്തം കട്ട് ചെയ്ത് വെച്ചേക്കണം, വല്ല എലിയും കട്ട് ചെയ്താണെന്ന് ചോദിച്ചു. കത്രിക ഉപയോഗിക്കാൻ അറിയാവുന്ന എലിയാന്ന് പറഞ്ഞു. എന്താടി ഇതെന്ന് ചോദിക്കുക. അതെ, അലീന ചേച്ചി എറണാകുളത്ത് പോയിട്ട് വന്നപ്പം അലീന ചേച്ചിയുടെ ഭായിനകത്തിരുന്ന് ഈ ചുരിദാറെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആരാന്ന് എനിക്കറിയില്ല, എങ്ങനെയാന്ന് ആരറിയാനിട്ട് ദൃക്സാക്ഷികളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പൊ അച്ഛനെങ്ങാനും ആണോ? പിന്നെ ഇതുപോലത്തെ പന്നവർത്താനം പറയല്ലോ കേട്ടോ, ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചോ. എങ്കിൽ പിന്നെ ഞാനും അല്ല, പിന്നെ ഉള്ളത് ഇവിടെ രോഹിത്തേട്ടനും ഭവിതേച്ചിയാ, അവരിൽ ആരെങ്കിലും ആണോന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇത് കുറച്ച് അന്യായമായി പോയല്ലോ, ആ പാവം പിടിച്ച പെങ്കൊച്ചിന്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച്, എന്നിട്ട് അവൾ എന്തിയേ? അലീന ചേച്ചി താഴെയുണ്ട്. എന്നിട്ട് അവൾ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വരുമ്പോ അവള് പറയണ്ടല്ലേ. നീ ഒരു കാര്യം ചെയ്യാം, ആദ്യം അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. ശരി അച്ഛാന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബാലേന്ദ്രൻ പറയുക. അങ്ങനെ ചെന്ന് അലീനയെ വിളിക്കണം. അലീന ചേച്ചിന്ന് വിളിച്ചു. എന്താ മോളെന്ന് ചോദിച്ചു. അതെ, അലീന ചേച്ചി അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്തിന്? എന്തോ കാര്യം ചോദിക്കാനാന്ന് തോന്നുന്നത്, അങ്ങോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു. മോളെ എന്താ കാര്യം? എനിക്കറിയത്തില്ല, എന്തോ സംശയം ചോദിക്കാനാ, അങ്ങോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അലീന ബാലേന്ദ്രന്റെ മുറിയിലേക്ക് കയറി പോവാ. അലീന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭവിത അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്ന് കൃഷ്ണമോളോട് ചോദിച്ചു. അതെ, അലീന ചേച്ചിയുടെ ഡ്രസ്സൊക്കെ ആരോ കട്ട് ചെയ്തിരിക്കുന്നു. അച്ഛനത് ചോദിക്കാൻ വേണ്ടി വിളിച്ച. അച്ഛൻ എങ്ങനെ അറിഞ്ഞത്? ഇതാ അപ്പൊ നന്നായത്, അച്ഛൻ അറിഞ്ഞ കാര്യമില്ലേ. അല്ല, അലീന ചേച്ചിയുടെ ഡ്രസ്സ് കട്ട് ചെയ്തതല്ല, അപ്പൊ ചേച്ചിക്ക് നേരത്തെ ഇത് അറിയാമായിരുന്നെന്ന് ചോദിച്ചു. എന്ത്? അലീന ചേച്ചിയുടെ ഡ്രസ്സ് കട്ട് ചെയ്ത കാര്യം? എനിക്കെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ അലീന ചേച്ചിയുടെ ഡ്രസ്സ് കട്ട് ചെയ്തോന്നല്ലേ ആദ്യം ചോദിക്കണ്ടേ? അതിന് പകരം അച്ഛൻ ഇത് എങ്ങനെ അറിഞ്ഞെന്നല്ലേ ചോദിച്ചേ? അല്ല, ചേച്ചിക്ക് അറിയാമായിരുന്നു, സത്യം പറ, ചേച്ചി എങ്ങാനാണോ കട്ട് ചെയ്തേ? പിന്നെ ഞാനൊന്നും അല്ല, അവളുടെ അമ്മയാ കട്ട് ചെയ്തേ, അവളുടെ അമ്മയുടെ പ്രേതം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം കൃഷ്ണമോള് പറഞ്ഞു, അച്ഛൻ ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞാ മതി. ഭവിതേച്ചി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ, അച്ഛൻ എന്നെ പിടിച്ചിട്ട് തല്ലുവോ? തല്ലേട്ടറി, തല്ലുവാണെ പിറ്റേ ദിവസം കണ്ടോ ഞാൻ അവൾക്കിട്ട് പണി കൊടുക്കും. അവളുടെ എല്ലാ ഡ്രസ്സും ഞാൻ കട്ട് ചെയ്യും. അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവളുടെ മുടി വരെ ഞാൻ കട്ട് ചെയ്ത് അവളെ ഞാൻ മൊട്ട തലിശാക്കി വെക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കൃഷ്ണമോള് ചോദിച്ചു, ഈ ചേച്ചിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടി, എനിക്ക് ഭ്രാന്താടി, ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭവിത ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് അലീന മുറിയിലേക്ക് കയറുന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ അലീന ഇത്?
അറിയില്ല അച്ഛാ, ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ കണ്ടാന്ന് പറയണ. ഇതാരാ ചെയ്തേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇതാരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണ്ടേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, കൃഷ്ണമോൾ എന്താണല്ലോ ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പിന്നെയുള്ള ബബിതേ രോഹിതോ ഇവിടെ. അല്ല, അവരാരെങ്കിലും ആയിരിക്കും. മിക്കവാറും രോഹിതായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിന്റെ തെളിവൊന്നും ഇല്ലല്ലോ അച്ഛാ, ദൃക്സാക്ഷികളും ഇല്ലല്ലോ. എന്താണേലും ആട്ടെ, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛാ വേണ്ട, ഇത് വലിയ വിഷയമായിട്ട് എടുക്കണ്ട. അതെ, വിഷയമായിട്ട് എടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. അല്ല, ബബിതയല്ലേ ഇവിടെ? ഒരു കാര്യം ചെയ്യാം, അവളെ ഇങ്ങോട്ട് വിളിക്കുക, അവളോടൊന്ന് ചോദിക്കാം. അച്ഛാ വേണ്ട അച്ഛാ, നാളെ ചോദിച്ചാ പോരെ. എന്താ ഇന്ന് ചോദിച്ചാല്? അച്ഛൻ എന്തേലും ചിലപ്പം ദേഷ്യപ്പെടുമെന്ന് പറയണ. ദേഷ്യപ്പെടാനോ? ബബിത എങ്ങനെ തെറ്റ് ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ അച്ഛൻ എന്താ ചെയ്യുന്ന അച്ഛന് പോലും അറിയില്ല. അല്ല, ബബിത ആ കുറ്റം ചെയ്തെന്ന് അറിഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യും? അവളുടെ കാരണക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും ഞാൻ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. വേണ്ടച്ചാ, അവളെ ഒന്ന് ഉപദേശിച്ച് വിട്ടാ മതി. ഉപദേശിച്ച് വിടാനോ? തെറ്റ് ചെയ്തിട്ടുണ്ടെ ശിക്ഷ കൊടുക്കണം. ഉപദേശിച്ച് വിട്ടിട്ട് കാര്യമില്ല. അത് പിന്നെ അച്ഛാ, അങ്ങനെ അവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ റിബലായി പോകത്തുള്ളൂ. അവള് വീണ്ടും ഈ കുടുംബത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകത്തുള്ളൂ. അതെ, എന്നും പറഞ്ഞോണ്ട് എനിക്കിത് കണ്ടില്ല കേട്ടിരുന്ന് അടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതങ്ങോട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അത് പിന്നെ അച്ഛാ, ആ ഡ്രസ്സുകൾ പകുതിയും എനിക്ക് കേറത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വണ്ണം വെച്ചല്ലോ. ദേ അലീന, നീ ന്യായീകരിക്കാൻ നിൽക്കണ്ട. നിന്നോട് പോയി ബബിതയെ വിളിക്കാനാ പറഞ്ഞേ, കൂടുതൽ എങ്ങോട്ട് പറയണ്ട. അല്ല, അത് പിന്നെ അച്ഛാ, അവളെ തല്ലുമൊന്നും വേണ്ട കേട്ടോ. നിന്നോട് പറഞ്ഞ കാര്യം മാത്രം നീ ചെയ്താൽ മതി. പോയി വിളിച്ചോണ്ട് വാടിയെന്ന് പറഞ്ഞു. ഒടുവില് ബബിതയെ വിളിക്കാനായിട്ട് അലീന അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ബാലേന്ദ്രന്റെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റിയില്ല. കാരണം നിസ്സാര കാര്യമല്ല ചെയ്തിരിക്കുന്നത്. ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം അലീന താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ബബിതയെ വിളിക്കുകയാണ്. ബബിത അങ്ങോട്ട് വന്നു. എന്താന്ന് ചോദിച്ചു. അതെ, അച്ഛൻ വിളിക്കുന്നുണ്ട്, അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ബബിത അലീനയെ നോക്കിയിട്ട് കയറിപ്പോയി. ആ സമയത്ത് കൃഷ്ണമോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണോ ചേച്ചി? നല്ല ദേഷ്യത്തിലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഞാനൊന്ന് തണുപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തല്ല് കിട്ടിയാനെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ചെന്ന് കഴിയുമ്പോഴത്തേന് തർക്കുത്തരം പറയാതിരുന്നാ മതിയായിരുന്നു. തർക്കുത്തരം പറഞ്ഞു ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ബബിത മുറിയിലേക്ക് കയറി ചെന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കട്ടിയിലെ എല്ലാ ഡ്രസ്സൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. പിന്നീട് ബബിതയോട് ചോദിച്ചു, ഇതെന്താന്ന് ചോദിക്കുകയാണ്. ബബിതയൊന്നും മിണ്ടിയില്ല. നിന്നാണോ ചോദിച്ചത് എന്താന്ന്? ഇത് ആരാ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തേന്ന്? ഭവിതയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇനിയിപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ഇവിടെ വേറെ ആരും ഇല്ലേ മുറിയില്, നീ മാത്രമേ ഉള്ളൂ. നിന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ഉത്തരം പറഞ്ഞാൽ മതി. നിനക്കറിയാം ഇതാരാ ചെയ്തേന്ന്. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, എനിക്കറിയാന്ന് പറഞ്ഞു. ആരാ ചെയ്തേ? എനിക്കത് അറിയണമെന്ന് പറഞ്ഞു. ഞാനാ ചെയ്തേന്ന് പറഞ്ഞു. ഞാനാ ചെയ്തേ? വലിയ അന്തസ്സോട് കൂടിയിട്ടാണല്ലോ നിന്റെ സംസാരം. അതെ, എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു. അവളോട് ദേഷ്യമായതുകൊണ്ട് ഞാൻ ചെയ്തതാന്ന് പറഞ്ഞു. ഓഹോ, നീ ആള് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അവളോട് മാത്രമായിരിക്കില്ലല്ലോ, എന്നോട് ദേഷ്യം കാണൂല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ, എന്നോടുള്ള ദേഷ്യത്തിന് നീ കുറച്ച് പെട്രോൾ വാങ്ങിച്ചോണ്ട് വാ. എന്നിട്ട് അത് തലവഴി എന്റെ തലവഴി ഒഴിക്ക്. എന്നിട്ട് നീ അങ്ങോട്ട് കത്തിക്ക്. നിന്റെ ദേഷ്യം അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞു. അച്ഛാ, എനിക്ക് എത്രയാന്ന് പറഞ്ഞാലും അവളെ ഇഷ്ടമില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. അപ്പൊ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നതിന് പേരിൽ എന്നോടും ദേഷ്യമായിരിക്കുമല്ലോ നിനക്ക്. എനിക്ക് നിങ്ങളോടൊന്ന് രണ്ടുപേരുടെയും ദേഷ്യം ഉണ്ടെന്ന് പറയണം. ഓ, അങ്ങനെ ദേഷ്യം ഉണ്ടല്ലേ? നിനക്ക് ദേഷ്യം തീർക്കാനുള്ള സ്ഥലമല്ലത്. ഇതേ നെടുമ്പടയ്ക്കിലെ ബാലേന്ദ്രന്റെ വീടാ, നിനക്കറിയാലോ. ഇങ്ങനെ ദേഷ്യം കാണിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പറഞ്ഞത് കേട്ടല്ലോ. ഈ ദേഷ്യം കാണിക്കുന്നവരൊക്കെ ഇപ്പോഴും ഇട്ടിരിക്കുന്ന ഞാൻ വാങ്ങിച്ചെന്ന ഡ്രസ്സല്ലേ? എന്റെ അധ്വാനത്തിന് ബലമല്ലേ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ? അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ഭവിത പറഞ്ഞു, അതെ, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോ ഞാൻ അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ഓ, അമ്മ ഉരുട്ടി തന്നിട്ടാണല്ലോ ഇത്രയും നാളും നീ ജീവിച്ചേ. അതെ, അമ്മ അവിടെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് ഉരുട്ടി കഴിയട്ടെ ആദ്യം, എന്നിട്ട് നീ എന്താന്ന് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഈ കുടുംബത്തില് ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിൽക്കാൻ പറ്റുള്ളൂ. ഈ കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് അതെ എന്റെ ശീലങ്ങളൊക്കെ അനുസരിക്കണം. എന്റെ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അനുസരിച്ചാൽ മതിയാവുള്ളൂ. നിന്റെ തോന്നിയാസം നടക്കാനുള്ളതല്ല. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അച്ഛാ ഞാൻ വേണ്ട, കൂടുതലൊന്നും മിണ്ടണ്ട. ഈ ഒരു തവണത്തേക്കാ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം തരണ്ട. പക്ഷെ അത് ഞാൻ തരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ നീ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി 3 ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊണ്ടേ അലീനയ്ക്ക് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. അച്ഛാ, അത് പറ്റില്ല എന്ന് പറയണം. പറ്റില്ലാന്നോ? പറ്റിക്കാൻ എനിക്കറിയാം. അങ്ങനെ ഉണ്ടെ മാത്രം ഇവിടെ നിന്നാ മതി. ബാലേന്ദ്രന്റെ വീടാന്ന് പറഞ്ഞല്ലോ ഇത്. ഇവിടെ ഞാൻ പറയും, നീ അനുസരിക്കും. പിന്നെ നാളെ കോളേജിൽ പോകുന്നതിന് മുമ്പ് അത് വാങ്ങിച്ചോണ്ട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഈ ബാലേന്ദ്രന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു.
പിന്നീട് ബബിത ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി പോന്നു. പിന്നീട് അലീനയ്ക്ക് കൊണ്ടുവന്ന് ഒരു ഉണ്ണിയപ്പൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കൃഷ്ണമോള്. ഇത് കഴിക്കാൻ പറഞ്ഞു. അമ്പടി പിശുക്കത്തി, നീ ഒരെണ്ണം എനിക്ക് തരുന്നല്ലേ, അതെന്ത് കത്തി വെച്ചി, പേന കത്തിയേക്കാളും ചെറുതാണോ, ഒന്ന് പോടി അവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. ബബിത രണ്ടുപേരെയും കൂടെ മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഒത്തുകളിയല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് ചോദിച്ചു, അതെന്ത് കളിയാ വെച്ചെന്ന് ചോദിക്കുകയാണ്. ദേ കൂടുതൽ നീ തമാശക്കല്ല കേട്ടോ എന്ന് പറഞ്ഞു ബബിത ദേഷ്യപ്പെട്ടു. പിന്നീട് അലീനയോട് പറഞ്ഞു, എടി എനിക്കറിയാം നീ ഇവളും കൂടെ ചേർന്നിട്ടാ എനിക്ക് പണി തന്നേന്ന്. അല്ല നീ ആയിരിക്കും ചെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തല്ലേന്ന് ചോദിച്ചു. അല്ല എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, ഇത് മാത്രമോ പറഞ്ഞോളോ, ഇനി വേറെ എന്തെങ്കിലും കാര്യം കൂടെ പറഞ്ഞു കൊടുത്തോ? ഹലീന പറഞ്ഞു, നിനക്ക് തിരുത്താനൊരു അവസരം കൂടെ തന്നിരിക്കുക. നിനക്കിനി തിരുത്താൻ ഇനി സമയമുണ്ട് ബബിതേ. തിരുത്താൻ സമയമുണ്ട് പോലും. എന്റെ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും ഹലീന പറഞ്ഞു, തൽക്കാലത്തേക്ക് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേങ്കില് നീ നേരെ ആയില്ലെങ്കിൽ പിന്നെ ആയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ബബിതേ നിന്റെ ഈ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞു. സ്വഭാവം ശരിയല്ലെങ്കിലേ നീ എന്നെ തിരുത്താനൊന്നും വരണ്ട, എനിക്കറിയാം എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അതെ നിന്റെ നാശത്തിലേക്കോ കൊണ്ടുപോകത്തുള്ളൂ നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. ആയിക്കോട്ടെ, പക്ഷേങ്കില് നിന്റെ അടുത്തേക്ക് ഞാൻ വരത്തില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നിന്റെ കാഴ്ചൂട്ടിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാനേ കാണത്തുള്ളൂ, പിന്നെ അതിനേക്കാളും ഭേദം ഞാൻ പോയി ആത്മഹത്യ ചെയ്യുന്ന അടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഭവതി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കൃഷ്ണമോൾ ചോദിച്ചു, എന്താ ചേച്ചി, എന്തോ ഒരു കാര്യമുണ്ടല്ലോ, ചേച്ചി അവിടെ എന്താ? ഭവതി ചേച്ചി ചോദിക്കാൻ വന്നത്. എന്തോ ഒരു കാര്യം ചേച്ചിക്ക് വേറെ അറിയാലോ എന്ന് പറഞ്ഞു. പിന്നീട് അലീന ആ കാര്യം പറയണം, ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്തെ ഇവിടെ വേറൊരുത്തരും കൂടി ഉണ്ടായിരുന്നു പറഞ്ഞു. വേറൊരുത്തനോ? അതാരാ? അമലിന്റെ പേര് പറയണം. അമൽ എന്ന് പറഞ്ഞ ഒരുത്തനോണ്ട് ഉണ്ടായിരുന്നേ. അത് ഇവളുടെ കാമുകനാന്ന് തോന്നേ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ അവൾക്ക് ആകെപ്പാടെ പരിങ്ങല്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പം ഇല്ല എന്നാ പറഞ്ഞേ. പക്ഷെ അപ്സ്റ്റേഴ്സിൽ കൂടെ ആരാണ്ടോ നീങ്ങുന്ന പോലെ തോന്നി. ഞാനങ്ങോട്ട് കയറി ചെന്നപ്പം അവൻ അവിടെ നിൽക്കുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് എന്തായി? ഒടുവിൽ ബബിത അവനോടൊപ്പം ഇറങ്ങി പോകാൻ കൂട്ടാക്കി. ഞാൻ വിട്ടില്ല. എനിക്ക് അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമാണോ? നമ്മുടെ ബബിതേച്ചി കൈവിട്ടു പോയല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവിടെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരണ്ടേ മോളെ. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തേലും ചെയ്യണം. അവൾ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അവളെ നമുക്ക് കൈപിടിച്ച് കരകയറ്റണ്ടേ എന്നൊക്കെ അലീന കൃഷ്ണമോളോട് പറഞ്ഞു. അതേ സമയത്ത് ഹരിശങ്കർ തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുകയാണ്. എടാ നീ ഇത് എവിടെയാ? ഞാൻ പുറത്ത് മാത്തപ്പന്റെ കൂടെ എന്ന് പറയണ. എടാ ഞാനൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലാനോ? എന്ത് പ്ലാന്? അതൊക്കെ ഉണ്ട്, ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല അവിടെ റബ്ബർ തോട്ടം ഇല്ലേ ജോമോന്റെ? എടാ അത് ജോമോന്റെ അല്ലല്ലോ, അബിയുടെ മാമന്റെ അല്ലേ? എന്തേലും ആട്ടെ, ജോമോന്റെ അത് നീ സങ്കല്പിക്കുക. അവിടെ എന്താടാ കാര്യം? അവിടെ വെച്ച് നമ്മൾ ജോമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ബർത്ത്ഡേയോ? അതെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എടാ അത് പിന്നെ എടാ നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. അവിടെ ജോമോന്റെ അച്ഛനും അമ്മയും ബന്ധുക്കാരും ഒക്കെ കാണുമെന്ന് പറയണ. അച്ഛനും അമ്മയും ബന്ധുക്കാരോ? അതെങ്ങനെയാടാ അവിടെ വരുന്നേ? എടാ നീ മനസ്സിൽ സങ്കല്പിച്ചാ മതി. സങ്കല്പിച്ചു. അവിടെ ഞാനും അതോടൊപ്പം എന്നോടൊപ്പം രോഹിത്തും കാണും. പിന്നെ ഞാൻ ശരണ്യനെയും കൂടെ കൂട്ടുമെന്ന് പറയാം. ശരണ്യന്? അതെ ശരണ്യനെ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയായിരുന്നു ഹരിശങ്കറിന്റെ കാമുകിയെ. കാരണം ഇത്രയായിട്ടും ഹരിശങ്കറിന് അവള് വഴി കൊടുക്കുന്നില്ല. ഹരിശങ്കറിന്റെ ഉദ്ദേശമൊന്നും നടക്കുന്നില്ല. അപ്പൊ അതിന്റെ ദേഷ്യം ഹരിശങ്കറിനുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശരണ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ശ്രമിച്ചത്. ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നു. നീ, ഞാന്, ജോമോന്, പിന്നെ മാത്തപ്പന്, രോഹിത്തും എല്ലാരും ഉണ്ടല്ലോ. നമ്മൾ ഇത്രയും പേരുടെ നടുക്ക് അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ നിൽക്കുമെന്ന് പറയാ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഡ്രിങ്ക്സിനകത്ത് മറ്റേത് ഞാൻ അവൾക്കും കൂടെ കലക്കി കൊടുക്കും. മനസ്സിലായോ എന്താന്ന്? മനസ്സിലായി. അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് എന്താളും എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു. എടാ ഇനി എങ്ങാനും അവള് പ്രശ്നമാക്കോ? എന്ത് പ്രശ്നമാക്കാനായിട്ട്? വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മള് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. അതോടുകൂടി അവൾ ഫ്ലാറ്റ് ആവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. അങ്ങനെയാണ് വൈകുന്നേരം കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഹരിശങ്കർ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.